ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ECDP അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരെയും ആദ്യം തന്നെ നമ്മുടെ വീക്കിലി കണക്ക് സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഈ ആഴ്ചയിൽ പ്രധാനമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മളൊരു MCQ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചു പോകാൻ വേണ്ടി പറ്റും. അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇതിൻ്റെയൊക്കെ നോട്ട് നമുക്ക് ഈ പറയുന്ന വേണം താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ തൊട്ട് താഴെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ നോട്ട് ഒക്കെ അവിടെ ലഭ്യമാകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദ്യങ്ങളെല്ലാം ഒന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും അത് എന്ത് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റുകളൊക്കെ താഴെ അറിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഇന്ത്യയിലെ പൈതൃക ശിലാചിത്രങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് ആദ്യമായി പ്രത്യേക കൺസർവേഷൻ പാർക്ക് സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഏത് പ്രദേശത്താണെന്നുള്ളതാണ്. അല്ലേ, ഇതാണ് ഇന്ത്യയിലെ പൈതൃക ശിലാചിത്രങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് ആദ്യമായിട്ട് പ്രത്യേക കൺസർവേഷൻ പാർക്ക് സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഏത് പ്രദേശത്തായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. അത് ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഉത്തരം തന്നെയാണ്. എന്താണത് പറയാവോ? എന്താണത്? ലഡാക്ക് ആണെന്നുള്ളതാണ്. അല്ലെ, ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ലഡാക്ക് ആണ് ഉത്തരമായിട്ട് വരുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഏതാണ്? ലഡാക്ക് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലഡാക്കില് ഈ അടുത്തിടെ ഒരുപാട് എന്ത് ചെയ്തിരുന്നു, പൈതൃക കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, പൈതൃക കേന്ദ്രം എന്നുള്ള അപ്പുറത്തേക്ക് ഇച്ചിരി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ പറയുന്ന എന്താണ്, പെട്രോഗ്ലിഫ്സുകൾ എന്ന് പറഞ്ഞാൽ ഈ കല്ലിൽ കൊത്തിയിടുന്ന സംഭവമാണ് പെട്രോഗ്ലിഫ്സുകൾ എന്ന് പറയുന്നത്. പഴയകാല സിവിലൈസേഷന്റെ ഒക്കെ കാലഘട്ടങ്ങളിൽ കല്ലുകളിലൊക്കെ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ കോറിയിടുന്ന ശിലാചിത്രങ്ങളെയാണ് ഈ പറയുന്നത് പെട്രോഗ്ലിഫുകൾ എന്ന് എന്ത് ചെയ്യുന്നത് പറയും. പല പഴയകാല ശിലാചിത്രങ്ങളൊക്കെ ഇല്ലേ, ഈ പറയുന്ന വ്യക്തികള്, മരങ്ങളൊക്കെ ഉള്ള ഈ ശിലാചിത്രങ്ങളുണ്ടല്ലോ, അപ്പൊ അതിനെയാണ് പെട്രോഗ്ലിഫുകൾ എന്ന് പറയുന്നത്. ഇത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് എവിടെ നിന്നായിരുന്നു അറിയാമോ? അത് ലഡാക്കിൽ നിന്നായിരുന്നു. അതേപോലെ തന്നെ ഇതിന്റെ ഉത്തരത്തിന് കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടെ ആലോചിക്കുക. ലഡാക്കിൽ ഇപ്പൊ പുതുതായിട്ട് ഒരു ലഫ്റ്റനന്റ് ഗവർണറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് വിനയ് കുമാർ സക്സേന എന്നുള്ളതാണ് കേട്ടോ. എന്താണ്? വിനയ് കുമാർ സക്സേന എന്നുള്ളതാണ്. ഓക്കെ അല്ലെ, വിനയ് കുമാർ സക്സേന എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത്. അപ്പൊ അതെന്ത് ചെയ്യുക, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. വിനയ് കുമാർ സക്സേന സെറ്റ് ആണല്ലോ. അപ്പൊ അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ലഡാക്ക് ആണെന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലെ, നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് എന്താണ്? അടുത്തത് ഇന്ത്യയിലെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് സ്ഥാപിക്കുന്ന ആദ്യത്തെ അഡ്വാൻസ്ഡ് 3D ചിപ്പ് പാക്കേജിംഗ് യൂണിറ്റ് ഏത് നഗരത്തിലാണ് ആരംഭിക്കുന്നത് എന്നുള്ളതായിരുന്നു. അല്ലെ, ഇന്ത്യയിലെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് സ്ഥാപിക്കുന്ന ആദ്യ അഡ്വാൻസ്ഡ് 3D ചിപ്പ് പാക്കേജിംഗ് യൂണിറ്റ് ഏത് നഗരത്തിലാണ് ആരംഭിക്കുന്നത് എന്നുള്ളതായിരുന്നു നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. അതിന് ഉത്തരം എന്ന് പറയുന്നത് ഭുവനേശ്വർ ആണ്. അതായത് ഭുവനേശ്വർ എന്ന് പറഞ്ഞാൽ എവിടായിട്ട് വരുമായിരിക്കാം? ഭുവനേശ്വർ എന്ന് പറയുന്നത് ഒഡീഷയായിട്ട് വരുമെന്നുള്ളതാണ്. അല്ലെ, എന്താണ് വരുന്നത്? ഒഡീഷയായിട്ട് വരും എന്നുള്ളതാണ്. ഭുവനേശ്വർ ഓർത്തിരിക്കുക. ഏതാണ് വരുന്നത്? അപ്പം ഏതാണ് വരുന്നത്? ഉത്തരമായിട്ട് വരുന്നത് ഒഡീഷയാണ്. അല്ലെ, എന്താണ് വരുന്നത്? ഒഡീഷയാണ് എന്നുള്ളതാണ്. ഓക്കെ അല്ലെ, ഒഡീഷയാണ്. സെറ്റ് ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താണത്? അന്താരാഷ്ട്ര തലത്തില് ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്ന അണ്ടർ-12 പെൺകുട്ടികളുടെ ഫിഡെ വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയ ഇന്ത്യൻ താരമാണ് താഴെ പറയുന്നവയിൽ ആരാണെന്നുള്ളതാണ്. അല്ലെ, ഈ പറയുന്ന താഴെ പറയുന്നവരിൽ ആരാണ് ഈ പറയുന്ന പെൺകുട്ടികളുടെ ഫിഡെ വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് അണ്ടർ-12 എന്ത് ചെയ്യുന്നത്, നേടിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് വളരെ ചെറിയൊരു പെൺകുട്ടിയാണ്. ഓക്കെ, അതായത് മുൻപ് അല്ലെ, മുൻ വർഷങ്ങളില് ഓർത്തിരിക്കുക, മുൻ വർഷങ്ങളിൽ ഈ പറയുന്ന അണ്ടർ-10 എന്ത് ചെയ്തിരുന്നു, അണ്ടർ-10 റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ എന്ത് വിജയിയായിരുന്നു. അല്ലെ, അതേപോലെ തന്നെ 2024 ഈ പറയുന്ന എന്താണ്, ഡേവിഡ്സ് ചാമ്പ്യൻഷിപ്പിൽ എന്ത് ചെയ്തിരുന്നു, വെങ്കലം നേടിയിട്ടുണ്ടായിരുന്ന വ്യക്തിയും കൂടിയാണ്. ആരാണത്? ഈ പറയുന്ന AS ശർവാണിക എന്നുള്ളതാണ് ആ കുട്ടിയുടെ പേരെന്ന് പറയുന്നത്. എന്താണത്? AS ശർവാണിക എന്നുള്ളതാണ്. ശർവാണിക എന്ന് പറയാം. ശർവാനിക എന്ന് പറഞ്ഞാൽ കേട്ടോ, ഒരുപാട് ഡെക്കറേഷൻ ഒന്നും വേണ്ട. എന്താണത്? ഈ പറയുന്ന AS ശർവാനിക എന്നുള്ളതാണ്. അല്ലെ, ഓക്കെ അല്ലെ, AS ശർവാനിക എന്നുള്ളതാണ്. അടുത്തൊരു ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സമുദ്ര തീരങ്ങളിലെ മറൈൻ ഹീറ്റ് വേവ്സ് നിരീക്ഷിക്കുകയും മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്യുന്നതിനായി ഇൻകോയിസ് ആരംഭിച്ച പുതിയ സംവിധാനത്തിന്റെ പേരെന്താണെന്നുള്ളതായിരുന്നു. അല്ലെ, എന്താണ് ഇൻകോയിസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്ന പുതിയ സംവിധാനത്തിന്റെ പേരെന്താന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതിന്റെ പേരാണ് മഹാസ് എന്ന് പറയുന്നത്. എന്താണത്? മഹാസ് എന്ന് പറയുന്നത്. അതായത് മറൈൻ ഹീറ്റ് വേവ് അഡ്വൈസറി സർവീസസ് എന്നുള്ളതാണ്. എന്താണത്?
മറൈൻ ഹീറ്റ് വേവ് അഡ്വൈസറി സർവീസസ് എന്നുള്ളതാണെന്ന് പറയുന്നത്. ഈ പറയുന്ന മഹാസ് എന്ന് പറയുന്നത് അത് എന്തിന്റെ കീഴിലാണ് വരുന്നത്? ഇൻകോയിസിന്റെ കീഴിലാണ് വരുന്നത് അല്ലെ? എന്തിന്റെ കീഴിലാണ് വരുന്നത്? ഇൻകോയിസിന്റെ കീഴിലാണ് എന്ത് ചെയ്യുന്നത് വരുന്നത് എന്നുള്ളതാണ്. എന്താണ് ഇൻകോയിസ് പറയുന്നത്? ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫോർമേഷൻ സർവീസസ് എന്നുള്ളതാണ് അത് പറയുന്നത്. ഇൻകോയിസ് എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന സമുദ്ര താപ തരംഗത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അല്ലെ? ഈ പറയുന്ന രീതിയിൽ ക്രമാതീതമായിട്ട് ഈ പറയുന്ന ഓഷ്യനിലെ വെള്ളം എന്ത് ചെയ്യുന്നത് ചൂട് പിടിക്കുന്ന സാഹചര്യത്തെയാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന സമുദ്ര താപ തരംഗം എന്ത് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് ദിവസങ്ങളോളോ മാസങ്ങളോളോ എന്ത് ചെയ്യാം ഇങ്ങനെ നീണ്ടു നിൽക്കാം എന്നുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ സൂപ്പർ എൽനിനോ അതേപോലെ പ്രതിഭാസങ്ങളെ കുറിച്ച് നോട്ട് ചെയ്ത് വെക്കണം എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക ഇതിന്റെ കൂട്ടത്തിൽ ഒന്ന് ഓർത്തിക്ക് നന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന് ഉത്തരമായിട്ട് വരുന്നത് എന്താ ചോദിച്ചാൽ അത് മഹാസ് ആണ് എന്നുള്ളതാണ്. എന്താണ് മഹാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറൈൻ ഹീറ്റ് വേവ് അഡ്വൈസറി സർവീസ് എന്നുള്ളതാണ് കേട്ടോ. ഇപ്പറയുന്ന മറൈൻ ഹീറ്റ് മറൈൻ ഹീറ്റ് വേവ് അഡ്വൈസറി സർവീസസ് എന്നുള്ളതാണ്. അടുത്ത് നമുക്ക് നോക്കാം. അടുത്തത് കേരളത്തിൽ അനധികൃത മണ്ണെടുപ്പിനും ഖനനവും നിയന്ത്രിക്കുന്നതിനായിട്ട് വിജിലൻസ് വകുപ്പ് ആരംഭിച്ച സംസ്ഥാനതല മിന്നൽ പരിശോധനയ്ക്ക് നൽകിയിരിക്കുന്ന പേരെന്താണെന്നുള്ളതാണ് അല്ലെ? മണ്ണെടുപ്പിനെതിരായിട്ട് ഈ പറയുന്ന രീതിയിൽ വിജിലൻസ് വകുപ്പ് നടത്തുന്ന പരിശോധനയ്ക്ക് നൽകിയിരിക്കുന്ന പേരെന്താണെന്നുള്ളതാണ്. അതിന്റെ പേരെന്ന് പറയുന്നത് ഓപ്പറേഷൻ എർത്ത് ഗാർഡ് എന്നുള്ളതായിരുന്നു അല്ലെ? എന്താണ് അത്? ഓപ്പറേഷൻ എർത്ത് ഗാർഡ് എന്നുള്ളതാണ് ഭൂമിയെ സംരക്ഷിക്കുക. എന്താണ് ഓപ്പറേഷൻ എർത്ത് ഗാർഡ് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന രീതിയിൽ വിജിലൻസ് വകുപ്പ് മേധാവിയായിട്ടുണ്ടായിരുന്ന മനോജ് അബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ത് ചെയ്യുന്നത് ഇത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. വിജിലൻസിന്റെ ഹെഡായിട്ടുണ്ടായിരുന്ന മനോജ് അബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഓപ്പറേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ? ഓക്കെ അല്ലേ? അപ്പൊ എന്തിനാണ് അനധികൃതമായിട്ടുള്ള മണ്ണെടുപ്പിനെ ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്ന ഓപ്പറേഷൻ. ഓക്കെ, ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ എർത്ത് ഗാർഡ് എന്നുള്ളതാണ്. ഭൂമിയെ സംരക്ഷിക്കുക, എർത്ത് ഗാർഡ്. അടുത്തത് ജലസംരക്ഷണ നടപടികൾ വഴി വാട്ടർ ന്യൂട്രൽ പദവി നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ കോച്ചിങ് ഡിപ്പോ ഏതാണെന്നുള്ളതാണ്. ഏതാണ് റെയിൽവേ കോച്ചിങ് ഡിപ്പോ എന്ന് പറയുന്നത്? പറയാവോ? റെയിൽവേ കോച്ചിങ് ഡിപ്പോ എന്ന് പറയുന്നത് ഏതായിരിക്കാൻ പറ്റുന്നത്? ഏതാണ്? കങ്കാരിയ കോച്ചിങ് ഡിപ്പോ ഗുജറാത്തിലാണെന്ന് ആലോചിക്കുക. ഗുജറാത്തിലാണ് കങ്കാരിയ കോച്ചിങ് ഡിപ്പോ, ഗുജറാത്തിലാണ്. അടുത്ത നമുക്ക് ചോദ്യം നോക്കാം. വളരെ പെട്ടെന്ന് പഠിച്ചു പോവാം. ഒരു മിനിമം എമൗണ്ട് പറയുന്ന ടൈമിനുള്ളിൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ പഠിച്ചു പോവുക എന്നുള്ളതാണ് വീക്കിലി കറണ്ട് അഫയേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക ഡിസ്കസ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ഇന്ത്യയുടെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറായിട്ട് നിയമിതനാകുന്ന മുൻ കേന്ദ്രമന്ത്രി ആരായിരുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. മുൻ കേന്ദ്രമന്ത്രി എന്ന് പറയുമ്പോൾ തന്നെ ഉത്തരം അവിടെ കിട്ടിക്കാണും. തൃണമൂൽ കോൺഗ്രസിലൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. മൻമോഹൻ സിംഗിന്റെ മന്ത്രിസഭയിൽ ഈ പറയുന്ന കേന്ദ്ര റെയിൽവേ മന്ത്രിയായിട്ടൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അല്ലെ? കേന്ദ്ര റെയിൽവേ മന്ത്രിയായിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ്. ഇനി എന്തുകൊണ്ട് ഇന്ത്യക്ക് ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർ എന്തുകൊണ്ട് അംബാസിഡർ വന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലോചിക്കുക. ഇപ്പോൾ ബ്രിട്ടീഷ് കോമൺവെൽത്തിന് കീഴിലുണ്ടായിരുന്ന രാജ്യങ്ങളിലെല്ലാം അപ്പോയിന്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഹൈക്കമ്മീഷണർമാരെന്നും അല്ലാത്ത സ്ഥലങ്ങളിൽ അതായത് ഈ പറഞ്ഞ USA പോലുള്ള മറ്റു രാജ്യങ്ങളിൽ എന്താണ് നമ്മൾ ഈ പറയുന്ന ഫ്രാൻസോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ റഷ്യയോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്താണ് ഇറാനോ അല്ലെ അങ്ങനെ ഈ പറയുന്ന രാജ്യങ്ങൾ മറ്റുമായിട്ട് ഈ പറയുന്ന രീതിയിൽ കൊണ്ടുവരുന്ന ആളുകൾ അംബാസിഡർമാരെന്നാണ് വിളിക്കുന്നത് കേട്ടോ. ബ്രിട്ടീഷ് കോമൺവെൽത്തിന് കീഴിൽ വരുന്ന രാജ്യങ്ങളായിട്ടുള്ള ഈ പാകിസ്ഥാന്, ശ്രീലങ്ക ആയിക്കോട്ടെ, അതേപോലെ തന്നെ ബംഗ്ലാദേശ് ആയിക്കോട്ടെ, ഇവിടെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തികളെ പൊതുവായിട്ട് ഹൈ കമ്മീഷണേഴ്സ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇന്ത്യയുടെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറായിട്ട് നിയമിതനാക്കുന്ന മുൻ കേന്ദ്രമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒറ്റ പേരേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പേര് ദിനേശ് ത്രിപാഠി എന്നുള്ള ത്രിവേദി എന്നുള്ളതാണ് അല്ലെ? എന്താണ്? ദിനേശ് ത്രിവേദി എന്നുള്ളതാണ്. ദിനേശ് ത്രിവേദി. ഓക്കെ അല്ലെ? ദിനേശ് ത്രിവേദി എന്നുള്ളതാണ്. അടുത്തത് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്നതിനായിട്ട് CBI പുറത്തിറക്കിയ AI ചാറ്റ് ബോട്ടിന്റെ പേരെന്താണെന്നുള്ളതാണ് അല്ല? എന്താണ്? CBI പുറത്തിറക്കിയ AI ചാറ്റ് ബോട്ടിന്റെ പേരെന്താന്നുള്ളതാണ്. അതിന്റെ പേരാണ് അഭയം നൽകുക. എന്താണ് അഭയം നൽകുക? നാട്ടുകാർക്ക് അഭയം നൽകുക. അതിന്റെ പേരാണ് അഭയ് എന്നുള്ളത് അല്ലെ? എന്താണ് അതിന്റെ പേര്? അഭയ് എന്നുള്ളതാണ്. തൊട്ട് താഴെയുള്ള പ്രജ്ഞയെ കുറിച്ച് നമുക്ക് പഠിക്കാം. അത് തൊട്ടടുത്ത് തന്നെ വരുന്നുണ്ട്. സുരക്ഷാ ഏജൻസികൾക്ക് തത്സമയ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നതിനായിട്ട്
DRDO വികസിപ്പിച്ച അടിസ്ഥാനത്തിലുള്ള സാറ്റലൈറ്റ് ഇമേജ് സിസ്റ്റത്തിന്റെ പേരെന്താന്നുള്ളതാണ്. DRDO വികസിപ്പിച്ചതാണ്. ഇമ്പോർട്ടൻസ് ഉണ്ട്. DRDO എന്ന് പറഞ്ഞാൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. 1958 എന്ത് ചെയ്യുന്നത്, അത് സ്ഥാപിതമാകുന്നത് എന്നുള്ളതാണ്. അതിന്റെ ആസ്ഥാനം നോക്കുകയാണെങ്കിൽ അത് ഡൽഹിയാണ്. വെറും ഡൽഹി അല്ല, ന്യൂഡൽഹിയാണ്. അല്ലെ? മുദ്രാവാക്യം നോക്കുക, ബലസ്യമൂലം വിജ്ഞാനം എന്നുള്ളതാണ്. ബലസ്യമൂലം വിജ്ഞാനം, അതായത് ശക്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശാസ്ത്രമാണ് എന്നുള്ളതാണ്. ബലസ്യമൂലം വിജ്ഞാനം ആണല്ലോ. ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടർ സമീർ വി കാമത്ത് ആണ് അല്ലെ? ആരാണത്? ഡോക്ടർ സമീർ വി കാമത്ത് ആണ്. സമീർ വി കാമത്ത് അല്ലെ? അടുത്ത ഓർത്തിരിക്കുക, ഈ പറയുന്ന ബലസ്യമൂലം വിജ്ഞാനം. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് എന്താണത്? പ്രജ്ഞ എന്നുള്ളതാണ് കേട്ടോ. സുരക്ഷാ ഏജൻസികൾക്ക് തത്സമയ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നതിനായിട്ട് DRDO എന്നറിയപ്പെടുന്ന ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ച അടിസ്ഥാനപ്പെടുത്തിയുള്ള സാറ്റലൈറ്റ് ഇമേജിംഗ് സിസ്റ്റത്തിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ അതിന്റെ പേരാണ് പ്രജ്ഞ എന്നുള്ളത്. ഈ പറയുന്ന സാറ്റലൈറ്റ് ഇമേജസ് എല്ലാം നൽകിയ ശേഷം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, തത്സമയങ്ങളിൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് എന്ത് ചെയ്യും, അത് തത്സമയങ്ങളിൽ കൈമാറും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ പരസ്പരം സൈനിക സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കുന്ന പുതിയ പ്രതിരോധ കരാറിന്റെ പേരെന്താന്നുള്ളതാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ പേരെന്താണ്? അതിന്റെ പേരാണ് റീലോസ് എന്ന് പറയുന്നത്. എന്താണത്? റീലോസ് എന്ന് പറയുന്നത് അതായത് ഈ പറയുന്ന ഇന്ത്യയുടെ മിലിറ്ററി ബേസുകളിൽ റഷ്യക്കും റഷ്യയുടെ മിലിറ്ററി ബേസുകളിൽ ഇന്ത്യക്കും എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക് സപ്പോർട്ട് എന്നുള്ളതാണ്. എന്താണ് ഈ പറയുന്നത്? റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് എന്നുള്ളതാണ് കേട്ടോ. സപ്പോർട്ട് എന്നുള്ളതാണ് ഈ പറയുന്നത് റീലോസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, റീലോസ് എന്ന് പറയുന്നത്. അടുത്തത് റിലീഫ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിലീഫ് റെസിലിയൻസ് ആൻഡ് ലോജിസ്റ്റിക് ഇൻവെൻഷൻ ഫോർ എക്സ്പോർട്ട് ഫെസിലിറ്റേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് 2026 ഏപ്രിൽ പുതുതായിട്ട് ഉൾപ്പെടുത്തിയ രാജ്യങ്ങൾ ഏതെല്ലാമാണെന്നുള്ളതാണ്. പുതുതായിട്ട് ഉൾപ്പെടുത്തിയ രാജ്യങ്ങൾ പ്രധാനമായിട്ട് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റില്, പശ്ചിമേഷ്യയില് സംഘർഷങ്ങൾ ഈ പറയുന്ന രീതിയിൽ വലുതായിട്ട് കൂടുതൽ നിൽക്കുന്ന സാഹചര്യത്തില് അതുവഴി പോകുന്ന കപ്പലുകൾക്ക് സംരക്ഷണം നൽകുകയും അവർക്ക് വേണ്ടി വരുന്ന അവർ നേരിടുന്ന നഷ്ടത്തിന്റെ ഒരു ഭാഗം കേന്ദ്ര സർക്കാർ വഹിക്കുകയും ചെയ്യുന്ന സംവിധാനം. അത് മാത്രമാണോ? അല്ല, അവർക്ക് ഈ പറയുന്ന രീതിയിൽ ഇൻഷുറൻസും മറ്റു കാര്യങ്ങളും വഹിക്കുന്നതിൽ കേന്ദ്ര സർക്കാരും എന്ത് ചെയ്യും, ഒരു ഭാഗം ഈ പറയുന്ന കയ്യിൽ നിടുമെന്നുള്ളതാണ്. അങ്ങനെ ഈ പറയുന്ന ട്രേഡിൽ ഈ പറയുന്ന വിശ്വസ്തത സർക്കാർ ഈ പറയുന്ന രാജ്യത്തെ പൗരന്മാരെ, അവിടുത്തെ വ്യവസായികളെ എന്ത് ചെയ്യുന്നുണ്ട്, സംരക്ഷിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് അതുവഴി എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അപ്പൊ അത് വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഈ പറയുന്ന UAE പോലെ രാജ്യങ്ങള് അല്ലെ, UAE പോലെ രാജ്യങ്ങള്, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങള്, ഖത്തർ, കുവൈറ്റ്, ഇസ്രായേല്, അതേപോലെ തന്നെ എന്താണ് ഒമാന്, ബഹ്റൈൻ, അങ്ങനെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എങ്ങോട്ടേക്ക് മാറ്റി? ഇപ്പം ഈ പറയുന്ന രീതിയിൽ ഇപ്പം പ്രധാനമായിട്ട് ഇപ്പൊ കൂട്ടിച്ചേർത്തിട്ടുള്ളത് പറയും ഈജിപ്തും ജോർദാനുമാണെന്നുള്ളതാണ്. ഈജിപ്തും ജോർദാനും എന്ത് ചെയ്യുന്നു, ഇപ്പം പുതുതായിട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്ന രാജ്യങ്ങളാണ് എന്നുള്ളതാണ്. ഓക്കെ അല്ലെ? അടുത്ത നോക്കുക, ഇന്ത്യ ദക്ഷിണ കൊറിയ ഉഭയകക്ഷി ചർച്ചയിൽ ഒപ്പുവെച്ച കരാറുകളുടെ എണ്ണം എത്രയാണെന്നുള്ളതാണ്. അല്ലെ, ഈ പറയുന്ന ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്ന കരാറുകളുടെ എണ്ണം എന്ന് പറയുന്നത്, അടുത്തൊരു ഒപ്പുവെച്ച കരാറുകളുടെ എണ്ണം 15 ആണ്. ഈ പറയുന്ന ഷിപ്പ് മാനുഫാക്ചറിങ്, എയർപോർട്ടിന്റെ എന്താണ് വികസനം എന്ന് പറയുന്നത്, അതേപോലെ തന്നെ ഈ പറയുന്ന ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സാറ്റലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, 15ഓളം കാര്യങ്ങളാണ് ഈ പറയുന്ന 15 കരാറുകൾ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അടുത്തത്, ഒരു വർഷത്തിനുള്ളിൽ 7 കപ്പലുകൾ നിർമ്മിച്ച് കൈമാറി ശ്രദ്ധ നേടിയ ഇന്ത്യൻ കപ്പൽ നിർമ്മാണശാല ഏതാന്നുള്ളതാണ്. അല്ലെ, ഒരു വർഷത്തിനുള്ളിൽ 7 കപ്പലുകൾ നിർമ്മിച്ച് കൈമാറി ശ്രദ്ധ നേടിയ കപ്പൽ നിർമ്മാണശാല ഏതാന്നുള്ളതാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിന് കീഴിൽ വരുന്ന കപ്പൽശാലയാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ വിളിക്കാം ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറയുന്നത്. കാരണം കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഡയറക്റ്റ് അണ്ടറിൽ വരുന്ന ഒരു ഷിപ്പ്യാർഡാണ് ഉടുപ്പി ഷിപ്പ്യാർഡ് എന്ന് പറയുന്നത്. ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറയുന്നത്. അടുത്തത് 2026 ഏപ്രിലില് 7.7 തീവ്രത രേഖപ്പെടുത്തി ഭൂകമ്പത്തെ തുടർന്ന് മെഗോക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്ന രാജ്യം ഏതാന്നുള്ളതാണ്. അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഭൂകമ്പവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് വന്നാലും അതിൽ നിങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ, നിങ്ങൾക്ക് പറഞ്ഞ രീതിയിൽ കറക്കി കുത്തണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരൊറ്റ ഉത്തരവേ കറക്കി കുത്താവും. അതിന്റെ പേരെന്ന് പറയുന്നത് ഈ പറഞ്ഞ ജപ്പാനാണെന്നുള്ളത്. അല്ലെ, ജപ്പാനാണെന്നുള്ളതാണ്. അടുത്തത്, കാർഷിക രംഗത്തെ മികച്ച നേതൃത്വത്തിന് നൽകുന്ന 9ാമത്തെ പ്രൊഫസർ M. സ്വാമിനാഥൻ അവാർഡ് നേടിയിരിക്കുന്നത് ആർക്കാണെന്നുള്ളതാണ്. അല്ലെ, കാർഷിക രംഗത്തെ മികച്ച നേതൃത്വത്തിന് നൽകുന്ന 9ാമത് പ്രൊഫസർ M. സ്വാമിനാഥൻ അവാർഡ് നേടിയിരിക്കുന്നത് ആരാണെന്നുള്ളതാണ്. മറ്റാരെ നിങ്ങൾ ആലോചിക്കേണ്ട ഒറ്റ പേരേ ഉള്ളൂ, ഡോക്ടർ CH ശ്രീനിവാസ റാവു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, സിനിമാ നടൻ ശ്രീനിവാസൻ ഒരു കർഷകനായിരുന്നു എന്നുള്ള ആലോചിച്ചാൽ മതി. അപ്പൊ ആരാണത്? ഡോക്ടർ CH ശ്രീനിവാസ റാവു എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇത്
ഈ പറയുന്ന ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന MS സ്വാമിനാഥന്റെ ഓർമ്മയ്ക്കായിട്ട് എന്ത് ചെയ്യുന്നത് നൽകുന്ന ഒരു അവാർഡാണ് ഈ പറയുന്ന പ്രൊഫസർ MS സ്വാമിനാഥൻ അവാർഡ് എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് ലഭിക്കുന്നത് ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന നോർമാൻ ബോർലോങ്ങിനാണ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് ഈ അവാർഡ് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അടുത്തത് 2026 ഭൗമദിനത്തിന്റെ ഔദ്യോഗിക പ്രമേയം എന്തായിരുന്നു എന്നുള്ളതാണ്. ഈ പറയുന്ന ഭൗമദിനം എർത്ത് ഡേയുടെ ഔദ്യോഗിക പ്രമേയം എന്ന് പറയുന്നത് അവർ പവർ അവർ പ്ലാനറ്റ് എന്നുള്ളതായിരുന്നു അല്ലെ. എന്താണത്? അവർ പവർ അവർ പ്ലാനറ്റ് എന്നുള്ളതായിരുന്നു. ഓക്കെ, ഈ പറയുന്ന ഗ്ലോബലി മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന യുദ്ധമൊക്കെ നടക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നത് ഒരു തീമുമായിട്ട് എന്ത് ചെയ്യുന്നത് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്, പ്രമേയം പ്രധാനമായിട്ട് കൊണ്ടുവന്നത് അവർ പവർ അവർ പ്ലാനറ്റ് എന്നുള്ളത്. അടുത്ത നോക്കുക, 2026 ചരിത്രത്തിൽ ആദ്യമായിട്ട് പൂർണ്ണമായി വനിതകൾക്ക് മാത്രമായി നൽകപ്പെട്ട ലോക പ്രശസ്ത പരിസ്ഥിതി സമ്മാനം ഏതാന്നുള്ളതാണ്. ലോക പ്രശസ്ത പരിസ്ഥിതി സമ്മാനം ഏതാണ്? അതിന്റെ പേര് ഗോൾഡ് മാൻ എൻവയോൺമെന്റൽ പ്രൈസ് എന്നുള്ളതാണ്. ഗോൾഡ് മാൻ എൻവയോൺമെന്റൽ പ്രൈസ് വിവിധ ഭൂഖണ്ഡങ്ങളിലായിട്ടുണ്ടായിരുന്ന വിവിധ വനിതകൾക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഏഷ്യയിൽ നിന്ന് ആർക്കാണ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ, ഏഷ്യയിൽ നിന്ന് ആർക്കാണ് ഇത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലോചിക്കുക. അത് സൗത്ത് കൊറിയക്കാരിയായിട്ടുണ്ടായിരുന്ന അല്ലെ, സൗത്ത് കൊറിയക്കാരിയായിട്ടുണ്ടായിരുന്ന ആരാണ് അവരുടെ പേരെന്ന് പറയുന്നത്? ബോറിം കിം അല്ലെ. എന്താണത്? ബോറിം കിം. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഈ കൊറിയയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ആരാണത്? അത് കിം ജോങ് ഉന്നാണ് അല്ലെ. ഈ പറയുന്ന രീതിയിൽ നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് കിം ജോങ് ഉന്നാണ്. അപ്പം അവസാനത്തെ ആ പുള്ളിയുടെ ആ പേരിന്റെ ഫ്രണ്ടിലെ കിം അങ്ങ് എടുത്താൽ മതി. എന്താണത്? ആ കിം വളരെ ബോറനാണ് അല്ലെ. അപ്പൊ എന്താണ്? ബോറിം കിം എന്നുള്ളതാണ്. ദക്ഷിണ കൊറിയക്കാരിയാണ്, ഉത്തര കൊറിയ അല്ല. എന്താണ്? ദക്ഷിണ കൊറിയക്കാരിയാണ്, സൗത്ത് കൊറിയക്കാരിയാണ് അവർ കേട്ടോ. സൗത്ത് കൊറിയക്കാരിയാണ്, സൗത്ത് കൊറിയ. ഓക്കെ അല്ലെ? പേരെന്താണ്? ബോറിം കിം എന്നുള്ളതാണ് കേട്ടോ. ബോറിം കിം എന്നുള്ളതാണ് അവരുടെ പേര് കേട്ടോ. ഏഷ്യക്കാരിയാണ്. അടുത്തത്, ഇന്ത്യൻ പ്രാഥമിക ആരോഗ്യ മേഖലകളിൽ നിന്നും മെഡിക്കൽ കോളേജുകൾ വരെ സർജിക്കൽ സേഫ്റ്റി പ്രോട്ടോകോൾ നടപ്പിലാക്കിയ സംസ്ഥാനം എന്നുള്ളതാണ്. ആരോഗ്യ മേഖലയോട് ബന്ധപ്പെട്ടാണ് ചോദ്യം. അപ്പൊ തീർച്ചയായിട്ടും ഉത്തരം വരുന്നത് കേരളമായിരിക്കും അല്ലെ. ആരോഗ്യ മേഖലയാണ് ചോദ്യമെങ്കിൽ ഉത്തരം എന്താണത്? കേരളമാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും മെഡിക്കൽ കോളേജുകൾ വരെയുള്ള സർജിക്കൽ സേഫ്റ്റി പ്രോട്ടോകോൾ നടപ്പിലാക്കിയ സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണത്? അത് കേരളമാണ് കേട്ടോ. പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് നമ്മൾ പറഞ്ഞു, ഒരാഴ്ചത്തെ ഒരുപാട് കറണ്ട് അഫയേഴ്സ് ഡെയിലി ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ വീക്കിലി പഠിക്കുമ്പോൾ ഈ ഒരു ചോദ്യം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എന്ത് ചെയ്യണം? പഠിച്ചു മാറണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഡെയിലി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് റിവൈസ് ചെയ്യുന്നത് എപ്പോഴെന്തായിരിക്കും? നന്നായിരിക്കും. അടുത്തതാണ്, രാജസ്ഥാനിലെ വന്യജീവി സംരക്ഷണ മേഖലകളിൽ നിന്ന് ഒന്നായ ഒരു ടൈഗർ റിസർവിൽ ഒരേ സമയം ആഫ്രിക്കൻ ചീറ്റ, കടുവ, പുള്ളിപ്പുലി എന്നിവയെ കണ്ടെത്തിയതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അടുത്തിടെ വാർത്തകളിൽ ശ്രദ്ധേയമായി. ഈ ടൈഗർ റിസർവ് ഏതാണ് എന്നുള്ളതാണ് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് രത്തംബോർ ടൈഗർ റിസർവ് എന്നുള്ളതാണ് അല്ലെ. എന്താണ് രത്തംബോർ ടൈഗർ റിസർവ് എന്നുള്ളതാണ്? രത്തംബോർ ടൈഗർ റിസർവ്. ഓക്കെ, അതായത് ഈ പറയുന്ന മധ്യപ്രദേശിലെ കൂനോ നാഷണൽ പാർക്കിൽ നിന്നും അതേപോലെ തന്നെ രാജസ്ഥാനിലെ രത്തംബോറിനും ഇടയിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? അപ്പൊ എന്ത് ഓർത്തിരിക്കുക? രത്തംബോർ ടൈഗർ റിസർവ് എന്നുള്ളത്. അടുത്തത്, പുകയില ഉപയോഗം നിയന്ത്രിക്കുന്നതിനായിട്ട് ലോകത്തിലെ ഏറ്റവും കടുത്ത നിയമങ്ങളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്ന സ്മോക്ക് ഫ്രീ ജനറേഷൻ നിയമം 2009 ജനുവരി 1 ശേഷമോ അന്ന് ജനിച്ചവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിരോധിക്കുന്നതാണ്. ഈ നിയമം പാസ്സാക്കിയ രാജ്യം ഏതാന്നുള്ളതാണ്. സ്മോക്ക് ഫ്രീ ജനറേഷൻ നിയമം പാസ്സാക്കിയ രാജ്യം ഏതാണത്? ഈ സ്മോക്കിങ്ങിന്റെ കാര്യത്തിലേക്ക് ഒരുപാട് പേര് കേട്ട രാജ്യമുണ്ട്. അത് പണ്ട് രാജ്യത്തിന്റെ പേര് എന്ന് പറയുന്നത് ബ്രിട്ടൻ എന്നുള്ളതായിരുന്നു അല്ലെ. അപ്പൊ ഏതാണത്? യുണൈറ്റഡ് കിങ്ഡം എന്നുള്ളതാണ്. ഈ പറയുന്ന നമ്മുടെ എന്താണ് ഈ പറയുന്ന എന്താണ് നിങ്ങൾ ഈ പറയുന്ന രീതി ഇംഗ്ലീഷ് സീരീസുകൾ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ തന്നെ ഒരുപാട് വ്യക്തികൾ ഈ പറയുന്ന രീതി സിഗാറൊക്കെ തന്നെ വലിച്ചു നടക്കുന്നത് കാണാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പൊ അതൊക്കെ ഒരുപാട് പോപ്പുലർ ആക്കിയത് എവിടെ ആരായിരിക്കും? ഇംഗ്ലീഷുകാരാണെന്നുള്ളതാണ് അല്ലെ. വിൻസ്റ്റൺ ചർച്ചിലിന്റെയൊക്കെ ഫോട്ടോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു എന്താണ് ചുച്ചപ്പുളി സിഗാർ എന്ന് പറയും, തിരിച്ചറപ്പുളി സിഗാർ എന്ന് കാണാൻ വേണ്ടി പറ്റും അല്ലെ. ഈ പറയുന്ന അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഒരു മുഖമുദ്രയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തില് ഈ സ്മോക്ക് ഫ്രീ ജനറേഷൻ എന്ത് ചെയ്യുന്ന കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന രാജ്യം യുണൈറ്റഡ് കിങ്ഡം ആണ്. ഓക്കെ അല്ലെ? യുണൈറ്റഡ് കിങ്ഡം ആണെന്നുള്ള ന്യൂസിലാൻഡ് കൊണ്ടുവന്നിരുന്നു, പക്ഷെ എടുത്ത് തള്ളിക്കളഞ്ഞു അവർ. പിന്നെ കാലത്ത് ഈ പിൽക്കാലത്ത് ആ നിയമം എടുത്ത് തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് ന്യൂസിലാൻഡ് എന്നുള്ള പേര് അവിടെ പറയാൻ വേണ്ടി പറ്റത്തില്ല. ആദ്യമായിട്ട് കൊണ്ടുവന്ന ന്യൂസിലാൻഡ് ആണെന്ന് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റത്തില്ല. കൊണ്ടുവന്നിരുന്നു, ആദ്യമായിട്ട് ന്യൂസിലാൻഡ് കൊണ്ടുവന്നിരുന്നു, പക്ഷെ 2024 അവർ ആ നിയമം എന്ത് ചെയ്തു? റദ്ദാക്കി. പിന്നെ ആദ്യമായിട്ട് കൊണ്ടുവരികയും ഇപ്പോൾ അത് നിലനിർത്തി കൊണ്ടുപോവുകയും ചെയ്യുന്നത് മാൽദീവ്സ് ആണ് കേട്ടോ. പല ചോദ്യങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ ആദ്യമായിട്ട് സ്മോക്ക് ഫ്രീ ജനറേഷൻ നിയമം അവതരിപ്പിക്കുകയും അത് വിജയകരമായി കൊണ്ടുപോവുകയും ചെയ്യുന്നുള്ള ചോദ്യം വരുമ്പോൾ ഉത്തരമായിട്ട് പലപ്പോഴും വരുന്നത് മാൽദീവ്സ് ആണ് കേട്ടോ. മാൽദീവ്സ് ആണ്. അടുത്തത്, ജലാശയത്തിന്റെ സംരക്ഷണത്തിനായിട്ട് അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള
റംസാർ കൺവെൻഷൻ പ്രകാരമുള്ള ഇന്ത്യയിലെ 99ാമത് റംസാർ സൈറ്റായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഷേഖാജീൽ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. ഷേഖാജീൽ ഉത്തർപ്രദേശാണ്. എന്താണ് ഉത്തർപ്രദേശാണ്. ഇപ്പൊ മൊത്തം നോക്കിയാണ് 99 റംസാർ സൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ളതാണ്. അടുത്തത്, ഇന്ത്യയിലെ കൈത്തറി ഉൽപ്പന്നങ്ങളെയും പരമ്പരാഗത നെയ്ത്ത് വിദ്യകൾക്കും ആഗോളതലത്തിൽ പ്രചാരണം നൽകുന്നതിനായിട്ട് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ആരംഭിച്ച പുതിയ പദ്ധതി വിശ്വസൂത്ര ഏത് ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. വിശ്വസൂത്ര എന്ന് പറയുന്നത് കൈത്തറി തൊഴിലാളികൾക്ക് എന്ത് ചെയ്യുക, ആഗോള വിപണിയിലെ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ബ്രാൻഡിങ് ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് കേട്ടോ. ഈ പറയുന്ന ആഗോള വിപണിയിലെ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ബ്രാൻഡുകൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതുമാണ്. പിന്നെ മറ്റൊരു കാര്യം വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, ഈ പറയും കൈത്തറി തൊഴിലാളികൾക്ക് ധനസഹായം നൽകുക എന്നുള്ളത്. ധനസഹായം എന്നുള്ളതിനപ്പുറത്തേക്ക് അത് തെറ്റിപ്പോന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ രീതിയിൽ ആഗോള വിപണിയിൽ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ബ്രാൻഡിങ് കൊണ്ടുവരിക, അതുവഴി അവരെന്ത് ചെയ്യുക, ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് കേട്ടോ. അല്ലാതെ നേരിട്ട് ധനസഹായം അത് എന്ത് ചെയ്യുന്നില്ല, ലക്ഷ്യം വെക്കുന്നില്ല. അതുകൊണ്ടാണ് അത് തെറ്റിപ്പോകുന്നത്. ഓക്കെ അല്ലേ. ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ആണ് ഇവരെ എന്ത് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നത്. അടുത്തത്, ലോക കായിക രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്ക് നൽകുന്ന ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡില് ഈ വർഷത്തെ മികച്ച പുരുഷ വനിതാ താരങ്ങളായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണെന്നുള്ളതാണ്. പുരുഷ വനിതാ താരങ്ങളായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് 2 പേരെയാണ്. ടെന്നീസ് ഇതിഹാസങ്ങളായിട്ടുണ്ടായിരുന്ന കാർലോസ് അൽക്കാരസും ആര്യാന സവലങ്കിയാണ്. മികച്ച ടീമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് PSG ആണ്. അതായത് പാരീസ് സെയിന്റ് ജർമൻ എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഫുട്ബോൾ ടീമാണെന്നുള്ളതാണ്. അടുത്തത്, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് സ്വതന്ത്രമായ ബഹിരാകാശ രംഗത്ത് കടന്നു വരുന്ന സാഹചര്യത്തില് സ്വന്തം ഉപഗ്രഹമായ അസാം സാറ്റ് വിക്ഷേപിക്കുന്ന ആ സംസ്ഥാനമായിട്ട് മാറിയത്. പേരിൽ തന്നെ ഉണ്ട്, അസാം സാറ്റ്. ഏതാണ്? അസാം ആണെന്നുള്ളത്. അടുത്തത്, കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം നടത്തിയ പുതിയ സർവേ പ്രകാരം ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതലായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 30 വയസ്സിന് മുകളിലുള്ള 30 വയസ്സിന് മുകളിലുള്ള ജനസംഖ്യയിൽ ഏത് സംസ്ഥാനമാണ് ഇത് മുന്നിലുള്ളത് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും 30 വയസ്സിന് താഴെയുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്ന രോഗമുള്ളുകയും ആ രോഗം ഈ പറയുന്ന രീതിയിൽ ആശുപത്രിയിൽ പോയി കാണിക്കുക. അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം എന്ത് ചെയ്തു, സർവേ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പത്രത്തില് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഒരുപാട് അലട്ടുന്നത് ആരെയാണ് ചോദിച്ചിട്ടുള്ളത്, അത് നമ്മുടെ സ്വന്തം മലയാളികളെ ആണെന്നുള്ളതാണ് കേട്ടോ. എന്താണത്? മലയാളികളെയാണ്, കേരളക്കാരെയാണ്. അടുത്തത്, ചൊവ്വാഗ്രഹത്തില് ബെൻസോ തയോഫീൻ പോലുള്ള ജൈവ തന്മാത്രകൾ കണ്ടെത്തിയതായിട്ട് അടുത്ത റിപ്പോർട്ട് ചെയ്ത നാസയുടെ റോവർ എന്താന്നുള്ളതാണ്. അല്ലെ, എല്ലാം ഈ പറഞ്ഞ ക്യൂരിയോസിറ്റിയോട് നോക്കുന്നവന്റെ പേരാണ് ക്യൂരിയോസിറ്റി റോവർ എന്നറിയപ്പെടുന്നത്. അല്ലെ, എന്താണ് അവന്റെ പേര്? ക്യൂരിയോസിറ്റി റോവർ എന്നുള്ളതാണ്. അടുത്തത്, വായനയുടെ പ്രാധാന്യം ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിനായിട്ട് യുനെസ്കോ ആചരിക്കുന്ന ലോക പുസ്തക ദിനം ഏത് തീയതിയിലാണ് എന്നുള്ളതാണ്. അല്ലെ, ഏതാണ് ആ തീയതി? പറയാവോ? ഏതാണ് പ്രിയ തീയതി? ഏപ്രിൽ 23 ആ തീയതി. അതിന്റെ പ്രമേയം എന്ന് പറയുന്നത് റീഡ് യുവർ വേ എന്നുള്ളതാണ്. നിങ്ങളെ വഴി വായിക്കുക. റീഡ് യുവർ വേ എന്നുള്ളതാണ് എന്റെ തീം. അടുത്തത്, കേരളത്തിലെ സാഹിത്യ രംഗത്തെ പ്രമുഖ പുരസ്കാരമായ പത്മ അവാർഡ് പത്മപ്രഭ അവാർഡ് നേടിയിരിക്കുന്നത് ആരാണെന്നുള്ളതാണ്. പത്മ ഈ പറയുന്ന പത്മരാജക്കല്ല് പതിച്ച ഒരു സംഭവമാണ് കൊടുക്കുന്നത്. ഒരു മോതിരമോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇതൊരു ഫലകമോ ആയിരിക്കും കൊടുക്കുക. അത് കിട്ടുന്നത് പൊതുവെ ആർക്കായിരിക്കും? രാജാവിനാണെന്ന് ആലോചിക്കുക. ഉത്തരം രാജശ്രീ ആണ് കേട്ടോ. ഓക്കെ, രാജശ്രീ രാജാവൊന്നും അല്ല, ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കേരളത്തിലെ സാഹിത്യ രംഗത്തെ പ്രമുഖ പുരസ്കാരമായ പത്മപ്രഭ അവാർഡ് നേടിയിരിക്കുന്നത് ആർക്കാന്ന് ചോദിച്ചാൽ ആർക്കാണത്? അത് രാജശ്രീക്കാണ് എന്നുള്ളതാണ്. അല്ലെ, ആർക്കാണത്? രാജശ്രീക്കാണ്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത് നോക്കാം. അടുത്തെന്ന് പറയുന്നത് ഭാരതീയ ന്യാഭിക് വിദ്യുത് നിഗം ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ പുതിയ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറായിട്ടും നിയമിതനായിട്ടുണ്ടായിരുന്ന മലയാളി ആരാണെന്നുള്ളത് ഭാവിനിയാണ് ഉത്തരം. ഭാവിനി ഞാൻ പ്രത്യേകിച്ച് പറയാൻ തരേണ്ട ആവശ്യമില്ല. പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ PFBR കൽപ്പാക്കം, ഓർക്കുന്നുണ്ടല്ലോ? ഓർമ്മയുള്ളവരൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഈ പറയുന്ന ഭാവിനിയായിട്ട് ബന്ധപ്പെട്ടാണ് ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ അതിന്റെ ഡയറക്ടറായിട്ട് നിയമിതനായ മലയാളി ആരാണെന്നുള്ളതാണ്. ഒരുപാട് സംശയിക്കേണ്ട. ആരാണത്? PA സുരേഷ് ബാബു ആണ് കേട്ടോ. അടുത്തത്, ഡിബിയം പ്രോജക്റ്റ് ലീഡർ. ഡിബിയം എന്ന് പറയുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്. സഹായത്തോടു കൂടി തന്നെയാണ് ഈ പറഞ്ഞ ഉബുണ്ടു ലിനക്സ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പല സാധനത്തിന് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പ്രോഗ്രാം ഉൾപ്പെടെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് എഴുതിയിട്ടുണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ ഡിബിയം പ്രോജക്ട് ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയും ആദ്യം ഏഷ്യൻ വംശജയായിട്ടുണ്ടാകുന്ന വ്യക്തി ആരാണെന്നുള്ളതാണ്. അത് ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന രീതിയിൽ ISS ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സ്പേസിലാണ്. അല്ലെ, അവിടെ വരെ അതിന് ഉപയോഗം ഉണ്ടെന്ന് പറയുമ്പോൾ എന്തുണ്ട്? ആ സ്പേസിലുള്ള മറ്റൊരു സാധനം എന്ന് പറയുന്നത് ചന്ദ്രനാണ്. പൂർത്തിരിക്കുക സുധീ ചന്ദ്രൻ. ഓക്കെ അല്ലെ, സ്പേസിലുള്ള എന്താണ് നമ്മൾ അടുത്തിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ചന്ദ്രനാണ്. അല്ലെ, സ്പേസിൽ നമ്മളോട് അടുത്ത് നിൽക്കുന്ന എന്താണ്? ചന്ദ്രനാണ്. അപ്പൊ എന്താണ് അതിന്റെ പേര്? സുധീ ചന്ദ്രൻ എന്നുള്ളതാണ് കേട്ടോ. അടുത്തത്, നഷ്ടപ്പെട്ട മൊബൈൽ ഫോണുകൾ കണ്ടെത്താനും ബ്ലോക്ക് ചെയ്യാനും സഹായിക്കുന്നതിനായിട്ട് കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച സംവിധാനത്തിന്റെ പേരാണെന്ന് പറയുന്നത് സഞ്ചാർ സാഥി എന്ന് പറയുന്നത്. അല്ലെ, എന്താണത്? സഞ്ചാർ സാഥി.
അടുത്തത് ഇന്ത്യയിൽ ഓൺലൈൻ ഗെയിമിംഗ് മേഖലയെ നിയന്ത്രിക്കുന്നതിനായിട്ട് രൂപീകരിച്ച പുതിയ അതോറിറ്റി ഏതാണെന്നുള്ളതാണ്. അത് മെയ്റ്റിയുടെ കീഴിലാണ് വരുന്നത്. മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സിന്റെ കീഴിലാണ് എന്ത് ചെയ്യുന്നത് വരുന്നത് എന്നുള്ളതാണ്. അതിന്റെ പേരാണ് ഒഗായ്, അല്ലെ ഓൺലൈൻ ഗെയിമിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് എന്ത് ചെയ്യും ഇംഗ്ലീഷിൽ പറയും അല്ലെ. മെയ്റ്റിയുടെ കീഴിലാണ് വരുന്നത്. ഓൺലൈൻ ഗെയിമിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്. ആ അതോറിറ്റിയുടെ പേര്. ഹെഡ് ക്വാർട്ടർ ഡൽഹിയാണ്. തൃശ്ശൂരിലെ മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ സ്ഫോടനം അന്വേഷിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏത് ജഡ്ജിയാണ് അധ്യക്ഷനായിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കേരള ഹൈക്കോടതിയുടെ മുൻ ജഡ്ജിയായിട്ടുണ്ടായിരുന്ന ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ്. അദ്ദേഹം തന്നെയാണ് EWC ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന EWC ബന്ധപ്പെട്ടുണ്ടായിരുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷനും ആര് തന്നെയായിരുന്നു ഈ പറയുന്ന CN രാമചന്ദ്രൻ നായർ ആയിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഈ പറയുന്ന വെടിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട കേസ് എന്ത് ചെയ്യുന്നു അന്വേഷിക്കാൻ വരുന്നു എന്നുള്ളതാണ്. അടുത്തത് 2025 കാൻ ചലച്ചിത്രമേളയിൽ ക്രിട്ടിക്സ് വീക്ക് വിഭാഗത്തിലെ ജൂറി പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സംവിധായക ആരാണെന്നുള്ളതാണ്. ഓൾ വി ഇമാജിൻ സ്ലൈറ്റിൽ എന്ത് ചെയ്യുന്നത് കാൻസ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്ന വ്യക്തി ആരാണത്? പായൽ കപാഡിയാണ് അല്ലെ. ആരാണത്? പായൽ കപാഡിയാണ്. അടുത്തൊരു ചോദ്യം നോക്കുക. ലോക പ്രശസ്ത സാങ്കേതിക വിദ്യ കമ്പനിയായിട്ടുണ്ടായിരുന്ന ആപ്പിളിന്റെ പുതിയ CEO ആയിട്ട് നിയമിതനാകുന്നത് ആരാണെന്നുള്ളതാണ്. ഒറ്റ ഉത്തരമേ ഉള്ളൂ. തൊട്ടു മുമ്പ് ടിം കുക്ക് ആയിരുന്നു. അദ്ദേഹം സ്ഥാനം ഒഴിയുന്നു. പകരം അതിലേക്ക് ആര് വരുന്നു? ജോൺ ടെർണസ് വരുന്നു എന്നുള്ളതാണ് അല്ലെ. ആരാണ് വരുന്നത്? ജോൺ ടെർണസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്ത നോക്കുക. ലുസീഡിയ കോൺസ്റ്റലേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് സാഹിത്യ പ്രതിഭകളുടെ പേരിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച രാജ്യം ഏതാണ് എന്നുള്ളതാണ്. ഏതാണ് ആ രാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ആ രാജ്യത്തിനുള്ളൂ. ആ രാജ്യത്തിന്റെ പേരാണ് പോർച്ചുഗൽ എന്നുള്ളത് അല്ലെ. ഏതാണ് രാജ്യം? അത് പോർച്ചുഗൽ ആണെന്നുള്ളതാണ്. അടുത്തത് നൂതന LED സാങ്കേതിക വിദ്യയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് കരുതുന്ന ചൈനീസ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ പുതിയ ചാന്ദ്രധാതുവിന്റെ പേരെന്താന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. അപ്പോളോ 11 ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് ചന്ദ്രനിൽ നിന്നൊരു ധാതുവിനെ കണ്ടെത്തുന്നതും പഠിക്കുന്നതും. ഇത് പുതുതായിട്ട് കണ്ടെത്തിയത് 11ാമത് ചന്ദ്രനിൽ നിന്നുള്ള ഒരു ധാതുവാണ്. ആ ധാതുവിന്റെ പേരെന്ന് പറയുന്നത് എന്താണത്? ഈ പറയുന്ന സെറിയം മഗ്നീഷ്യം ചെയിൻ സൈറ്റ് എന്നുള്ളതാണ് അല്ലെ. പറയുന്നത് സെറിയം മഗ്നീഷ്യം ചെയിൻ സൈറ്റ് എന്നുള്ളതാണ്. നമുക്ക് ഇനി ഒരു ചോദ്യം കൂടെ നോക്കാം. ഈ ചോദ്യം ഉത്തരം നിങ്ങളാണ് പറയേണ്ടത്. ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത ലിഥിയം അയോൺ ബാറ്ററി റെയർ മാഗ്നറ്റ് റീസൈക്ലിംഗ് കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് നോക്കിയേ, പറയാവോ? ഗുജറാത്ത്, കർണാടക, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര എന്നിങ്ങനെ ഒരുപാട് ഉത്തരങ്ങളും കൂടെ കാണാൻ വേണ്ടി പറ്റും. അതൊന്ന് വായിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഉത്തരം ഒന്ന് പറയുക. പറയാൻ പറ്റുമെന്ന് നോക്കിയേ. ഇതോടെ ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറുക്കെങ്കിലും ഓർമ്മ കാണും. അറിയാവോ? നമ്മൾ ഈ പറയാം ബ്ലാക്ക് മാസ് സംവിധാനം പഠിച്ചിട്ടുണ്ട്. ബ്ലാക്ക് മാസിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് അറിയാമല്ലോ. ലിഥിയം, കൊബാൾട്ട്, നിക്കൽ തുടങ്ങിയ ലോഹങ്ങളാണ് ഈ പറയുന്ന ബ്ലാക്ക് മാസിനകത്ത് അടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതോടെ ബന്ധപ്പെട്ട ഉത്തരം എന്താണെന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെയും ഈ പറയുന്ന ബെക്കോയുടെ എല്ലാം തന്നെ ഈ പറയുന്ന രീതിയിൽ ബന്ധപ്പെട്ട കമ്പനി ബോർഡ് LGSന്റെയും അതേപോലെ തന്നെ ഈ പറയുന്ന ബെക്കോയുടെയൊക്കെ കൺഫർമേഷൻ മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കൊടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇനി തീയതി ഒന്നും പോയിട്ടില്ല. തീയതി ഒന്നും ഇപ്പോഴും ഉണ്ട്. നിങ്ങളൊക്കെ ഈ പറയുന്ന രീതിയിൽ ഒന്ന് എടുത്ത് നോക്കുക. നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നില്ല, കൺഫർമേഷൻ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പരീക്ഷയ്ക്ക് അടുത്തെത്താറായി. ഒരുപാട് സമയം നമ്മുടെ മുന്നിലില്ല. ഇനി കിട്ടുന്ന മാസങ്ങൾ എന്ത് വളരെ എഫക്റ്റീവായിട്ട് പഠിച്ചു പോവുക. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രയാണം എന്ന് പറയുന്ന ബാച്ച് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉടനെ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്ലാസ്സുകളും കോഴ്സുകളും ഈ രീതിയിൽ നമ്മൾ നോട്ടുകളും അതേപോലെ തന്നെ PYQs, മോക്ക് ടെസ്റ്റുകൾ, അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് കൂടാതെ തന്നെ അതിൻ്റെ ഡിസ്കഷൻസ് ഒക്കെ അതേപോലെ ഡൗട്ട് ക്ലിയർ സെഷൻസ് അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നൽകി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരുമിച്ച് പഠിച്ച് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഇപ്പോൾ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട് മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു തൊട്ട് താഴെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ? ഇപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യുന്ന അയച്ചു കൊടുക്കുക. വളരെ പെട്ടെന്ന് ചോദ്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോയി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തൊട്ട് താഴെ കമൻ്റ് ആയിട്ട് പറയാം കേട്ടോ. ഈ പറയുന്ന നോട്ടൊക്കെ നമ്മളത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം താങ്ക് യു ഓൾ. വീണ്ടും കാണാം. ബൈ.